പ്രിയപ്പെട്ട സഹപാഠികളെ, കൂട്ടുകാരെ, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമർത്യനു പെറ്റമ്മതൻ ഭാഷ താൻ. മാതൃഭാഷയുടെ പ്രാധാന്യം വെളിവാക്കുന്നതിന് മഹാകവി വള്ളത്തോളിന്റെ വരികളാണിത്. മാതൃഭാഷയെ പെറ്റമ്മയായും മറ്റുള്ള ഭാഷകളെ പോറ്റമ്മമാരായുമാണ് കാണേണ്ടത്. ഒരു കുഞ്ഞാദ്യം സംസാരിച്ചു തുടങ്ങുമ്പോൾ മാതൃഭാഷയാണല്ലോ സംസാരിക്കുന്നത്. ആദ്യം ഉരുവിടുന്ന വാക്ക് അമ്മ എന്നാണ്. ആ അമ്മയുടെ പ്രാധാന്യം തന്നെ നമ്മൾ മാതൃഭാഷയ്ക്കും കൊടുക്കണം. ഒരു വ്യക്തിയുടെ വികാര വികാസന പ്രകടനത്തിന് സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ഉപാധിയാണ് മാതൃഭാഷ. ഒന്ന് ഓടി വീഴുമ്പോൾ നമ്മുടെ നാവിൻ തുമ്പത്തേക്ക് അറിയാതെ എത്തുന്ന വാക്കാണ് അമ്മയെന്ന്. നമ്മുടെ ബോധമണ്ഡലത്തിൽ മാതൃഭാഷയുടെ സ്വാധീനം വെളിപ്പെടുത്തുന്നത് നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. മധുരം മനോജ്ഞം മലയാളം. ഈ മധുരതരമായ മലയാളത്തെ നാം മറക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അങ്കോലീയവൽക്കരിക്കപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മലയാളത്തിന്റെ പ്രാധാന്യം കുറവാണ്. പഠന പ്രവർത്തനങ്ങളിൽ മാതൃഭാഷയാണെങ്കിൽ പഠനം കൂടുതൽ രസകരവും ലാളിത്യവും ആകും. ഇംഗ്ലീഷും മറ്റ് ഭാഷകളും പഠിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അതൊരിക്കലും മലയാളത്തെ അവഗണിച്ചുകൊണ്ടാവരുത്. സംസ്കാര വികസന പരിണാമങ്ങളിൽ മാതൃഭാഷയുടെ സ്ഥാനം വലുതാണ്. ദേശീയ തരങ്ങൾക്കനുസരിച്ച് ഭാഷയും സംസ്കാരവും മാറും. ഒരു ഭാഷ ഇല്ലാതാകുമ്പോൾ ഒരു സംസ്കാരമാണ് ഇല്ലാതാവുന്നത്. നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും മുറുക്കെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ മറ്റൊരു ഭാഷ പഠിക്കാനായി. നമ്മുടെ വിദ്യാലയങ്ങളിൽ മലയാളം എഴുതാനും വായിക്കാനും കഴിയാത്തവർ ഉണ്ടെന്ന് പറയുന്നത് ലജ്ജാകരമാണ്. ആധുനികമായ സാഹചര്യങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. പക്ഷെ അതൊരിക്കലും മലയാളത്തെ മറന്നുകൊണ്ടാവരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ മലയാള ഭാഷ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛനെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.